ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വീട്ടിലെത്തിയ രാഹുലിനെ ഓരോന്നും പറഞ്ഞ് അപമാനിച്ച് വസുന്ധര വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നുണ്ട്. അത് വിവേകിനാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. വിവേക് തന്റെ എതിർപ്പ് അമ്മയോട് പറഞ്ഞ സമയത്ത് വസുന്ധര പറയുന്നുണ്ട്, നീയും അവനും ഏകദേശം ഒരേ സ്വഭാവക്കാരാണ്. ഇതുവരെ ഒരു ജോലി പോലും അവന് സ്വന്തമായിട്ടില്ല. മാത്രമല്ല 6 മാസത്തിന് മുമ്പേ വിവാഹം കഴിച്ചിട്ട് ഇതുവരെ അവൻ മറച്ചു വെച്ചെന്ന് മാത്രമല്ല, സ്വന്തം വീടും നാടും വീട്ടുകാരെ എല്ലാം ഉപേക്ഷിച്ച് വന്ന അവളെ ഇതുവരെ അവന് സംരക്ഷിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഇത്രയും നാൾ അവൻ അച്ഛൻ്റെ തണലിലാണെന്നെങ്കിലും പറയാം. സ്വന്തമായ ഒരു ജോലി പോലും അവന് കണ്ടെത്താൻ തോന്നിയിട്ടില്ല. മാത്രമല്ല, ഹരിത ഇപ്പം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് കാരണം അവന് സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ല. ഇവൻ എങ്ങനെയാണ് ഇനി ഈ പെൺകുട്ടിയെ സംരക്ഷിക്കുക? അത് പറഞ്ഞതിന് എന്താ തെറ്റെന്ന് വസുന്ധര ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, നിന്റെ സ്വന്തം പെങ്ങളായിരുന്നു അഞ്ജുവെങ്കിൽ നീ ഈ വിവാഹത്തിന് സമ്മതിക്കുമായിരുന്നു എന്നും കൂടി വസുന്ധര ചോദിക്കുന്ന സമയത്ത് വിവേകിന് കാര്യം മനസ്സിലാവുന്നുണ്ട്. ആ സമയത്ത് വിവേക് പറയുന്നുണ്ട്, അമ്മ പറഞ്ഞതിലും കുറെ ശരിയുണ്ടെന്ന് പറയുന്ന സമയത്ത് വസുന്ധര പറയുന്നുണ്ട്, നീയും എത്രയും പെട്ടെന്നൊരു ജോലി കണ്ടുപിടിക്കണം. നിനക്ക് സ്വന്തമായിട്ടൊരു ജോലിയില്ല. നിന്റെ ഡാഡി ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ നീ ഒരു ജോലി കണ്ടുപിടിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. നിന്റെ ഡാഡി ഇവിടെ എത്തിക്കഴിയുമ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി ശിവനന്ദയുടെ വീട്ടിൽ പോയി പെണ്ണ് ചോദിക്കുമെന്നൊക്കെ വിവേകിനോട് പറയുന്ന സമയത്ത് എൻ്റെ ഇഷ്ടമില്ല, എന്തിനാ ശിവനന്ദയുടെ വീട്ടിൽ പോകുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് വസുന്ധര പറയുന്നുണ്ട്, നിന്നെ നേർവഴിക്ക് നയിക്കാൻ ചുണയുള്ളൊരു പെൺകുട്ടിയാണ് ശിവനന്ദ. ശിവനന്ദ കൂടി ഉണ്ടെങ്കിൽ നിന്റെ ജീവിതം സെറ്റാവുമെന്ന് പറയുന്ന സമയത്ത് വിവേക് അത് എതിർത്തുകൊണ്ട് പറയുന്നുണ്ട്, ശിവനന്ദ അല്ലാതെ വേറെ നല്ല പെൺകുട്ടികളൊന്നും ഈ നാട്ടിൽ ഇല്ലയോ എന്ന് ചോദിക്കുന്ന സമയത്ത് വസുന്ധര പറയുന്നുണ്ട്, അങ്ങനെ നല്ല പെൺകുട്ടികളുണ്ടെങ്കിൽ നീ പോയി കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് വസുന്ധര ദേഷ്യപ്പെടുന്ന സമയത്ത് വിവേകും വസുന്ധരയോട് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ അഞ്ജു റൂമിലെത്തി ഇരുന്ന് കരയുന്ന അഞ്ജുവിനെ ആണെങ്കിൽ ഓരോന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് വർഷ പറയുന്നുണ്ട്, നിന്റെ സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് വസുന്ധര ആൻറ്റി പറഞ്ഞത്. വസുന്ധര ആൻറ്റി പറഞ്ഞതിന് യാതൊരു തെറ്റുമില്ല. സ്വന്തമായിട്ടൊരു ജോലി കണ്ടുപിടിക്കണം, എന്നിട്ട് സ്വന്തമായിട്ട് ജീവിക്കാൻ ഒരു വരുമാനം കണ്ടുപിടിക്കണമെന്നൊക്കെ പറഞ്ഞതിന് എന്താ തെറ്റെന്ന് ചോദിച്ചുകൊണ്ട് വർഷ അഞ്ജുവിനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. അന്നേരം അഞ്ജു പറയുന്നുണ്ട്, ഞാനും രാഹുലും തങ്ങൾ ഈ വിവാഹം കഴിച്ചത് ഇപ്പം തെറ്റാണെന്ന് തോന്നുന്നുണ്ട്. ഇത്രയും നാൾ ഇങ്ങനെ തനിച്ച് താമസിച്ചതിനൊന്നും എനിക്കൊരു വിഷമമില്ലായിരുന്നു. ഇന്ന് വസുന്ധര ആൻറ്റി ഓരോന്നും പറഞ്ഞ് കളിയാക്കിയപ്പോൾ അത് രാഹുലിന് ഒരുപാട് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ജു കരയുന്നുണ്ട്. അന്നേരം അഞ്ജുവിനെ ഓരോന്നും പറഞ്ഞ് വർഷ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീടാണെങ്കിൽ ഇന്ന് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് അഭിരാമി വന്ന് അഞ്ജുവിനോട് പറയുന്നുണ്ട്, നമുക്കിന്ന് ആഘോഷിക്കണ്ടേന്ന്. അന്നേരം അഞ്ജു പറയുന്നുണ്ട്, എനിക്ക് അതിനൊന്നും ഉള്ള മൂഡില്ലെന്ന് പറയുന്ന സമയത്ത് അഭിരാമി പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല, ശിവനന്ദയും വർഷയും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ടൊരു പാർട്ടിയായിട്ട് ആഘോഷിക്കണം, ഒരു ബാച്ചിലേഴ്സ് പാർട്ടി എന്ന് അഭിരാമി പറയുന്നുണ്ട്. ആ സമയത്ത് അഞ്ജു പറയുന്നുണ്ട്, ഞാനൊരു ബാച്ചിലറല്ല, ഞാനിപ്പോൾ ഒരു ഭാര്യയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ കെട്ടിയ താലിയൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. അന്നേരം അഭിരാമി പറയുന്നുണ്ട്, ഞാനും വർഷയും ശിവനന്ദയും കൂടി തീരുമാനിച്ചിട്ടുണ്ട്, രാഹുലിനെ ഈ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരാം, എന്നിട്ട് നമുക്ക് ചെറിയൊരു പാർട്ടി ആയിട്ട് ആഘോഷിക്കാന്ന് പറയുന്ന സമയത്ത് അഞ്ജു പറയുന്നുണ്ട്, അതിനി വസുന്ധര ആൻറ്റിയും കാണും അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത ഭൂകമ്പം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അന്നേരം അഭിരാമി പറയുന്നുണ്ട്, അതിന് വസുന്ധര ആൻറ്റി ഇവിടെ ഇല്ല, ആൻറ്റിയുടെ ഏതോ ഒരു അകന്ന ബന്ധു മരിച്ചു പോയതുകൊണ്ട് ആൻറ്റിയും വിവേകും അങ്ങോട്ട് പോയിരിക്കുകയാണ്, അതുകൊണ്ട് സമാധാനത്തെ ആഘോഷിക്കാമെന്ന് അഭിരാമി പറയുന്നുണ്ട്. ആ സമയത്ത് അഞ്ജു പറയുന്നുണ്ട്, ഒരു കാരണവശാലും രാഹുൽ ഇനി ഇങ്ങോട്ട് വരില്ലെന്ന് അഞ്ജു പറയുന്ന സമയത്ത് അഭിരാമി പറയുന്നുണ്ട്, ശിവനന്ദ വർഷയും കൂടി ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ്, വർഷയുടെ കൈ കാണിച്ചിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് രാഹുലിനെയും കൂടി വിളിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞാൽ അവർ പോയിരിക്കുന്നത്, എന്തായാലും അവർ വിളിച്ചുകൊണ്ട് വരുമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ വർഷ അവിടേക്ക് വരുന്നുണ്ട്. വർഷ പറയുന്നുണ്ട്, ശിവനന്ദയും ഞാനും കൂടി വരുന്ന വഴിക്ക് അങ്കിത്ത് വന്നായിരുന്നു, അങ്കിത്ത് എന്തോ അർജൻറ്റ് കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ശിവനന്ദയെ കൂട്ടിക്കൊണ്ടുപോയി, അവൾ പിന്നിഞ്ഞ് വരും, രാഹുലിനോട് ഞങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞ് എത്രയും പെട്ടെന്ന് രാഹുൽ ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അഞ്ജുവിന് വളരെയധികം സന്തോഷമാകുന്നുണ്ട്. പിന്നീട് അവർ വീട് മൊത്തത്തിൽ അലങ്കരിക്കുന്നുണ്ട്. ഈ സമയത്ത് അഭിരാമി പറയുന്നുണ്ട്, എനിക്ക് നല്ല വെറൈറ്റി ഫുഡൊക്കെ ഇന്ന് വേണം, ഒന്നാമത് എനിക്ക് വാലന്റൈനോ ഇല്ല, ഇനി ഫുഡെങ്കിലും വേണം, ഞാൻ സ്നേഹിക്കുന്നത് ഫുഡിനെയാണെന്ന്, എന്നിട്ട് സ്റ്റാറ്റസ് ഇടണമെന്നൊക്കെ അഭിരാമി തമാശയ്ക്ക് പറയുന്നുണ്ട്. അങ്ങനെ വീടെല്ലാം അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വർഷയുടെ ഫോണിലേക്ക് വിവേക് മെസ്സേജ് അയക്കുന്നുണ്ട്. മെസ്സേജ് എന്തുവാണെന്ന് എല്ലാവരുടെയും അടുത്തിരുന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും വഷളത്തരം ആയിരിക്കുമെന്ന് വിചാരിക്കുന്ന വർഷയാണെങ്കിൽ പുറത്ത് രഹസ്യമായി മെസ്സേജ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അന്നേരം വിവേക് പറയുന്നുണ്ട്, ഇന്ന് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് പ്രത്യേക ഗിഫ്റ്റും സർപ്രൈസും ഒക്കെ തരണമെന്ന് വെച്ചിരുന്നതാണ്, എന്തായാലും മരണം ആയതുകൊണ്ട് അതൊന്നും സാധിച്ചില്ല, എന്തായാലും വിഷെങ്കിലും ഇരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ ജീവിതം വളരെയധികം സന്തോഷമാക്കി എൻ്റെ പൂക്കിക്ക് 1000 വാലന്റൈൻസ് ഡേ ആശംസകളെന്നും പറഞ്ഞുകൊണ്ട് വിഷ് ചെയ്യുന്നുണ്ട്. തിരിച്ച് ഞാൻ വിഷ് ആഗ്രഹിക്കുന്നു എന്നും പറഞ്ഞ് വിവേക് പറയുന്ന സമയത്ത് വർഷ പറയുന്നുണ്ട്, എന്തായാലും ഇന്ന് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ സന്തോഷമായിട്ട് ഞങ്ങൾ പെൺകുട്ടികളെല്ലാം കൂടി ചേർന്ന്
വാലന്റൈൻസ് ഡേ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ആഘോഷിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ചീഫ് ഗസ്റ്റ് രാഹുലേട്ടനായിരിക്കും എന്ന് പറയുന്നുണ്ട്. അന്നേരം രാഹുൽ എന്താ പെൺകുട്ടിയാണോ, പെൺകുട്ടികളുടെ പാർട്ടിയിൽ എന്തിനാ രാഹുലിനെ വിളിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് വിവേക് തിരിച്ച് മെസ്സേജ് ഇടുന്ന സമയത്ത് വർഷ ഓരോന്നും പറഞ്ഞ് വിവേകിനെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് മനസ്സ് ചിന്തിക്കുന്നുണ്ട്, ആ മുഷിഞ്ഞ മുഖം ഇപ്പം നേരിട്ടൊന്ന് കാണണ്ടേയായിരുന്നെന്ന് മനസ്സ് ചിന്തിക്കുന്ന സമയത്ത് വിവേക് പറയുന്നുണ്ട്, എന്നാൽ ഈ പാർട്ടിയെല്ലാം ഞാൻ ഇപ്പം കൊളാക്കി തരാം, ഇപ്പം തന്നെ മമ്മിയോട് പറയുന്ന സമയത്ത് വർഷയാണെങ്കിൽ ഒരു തൊഴുന്ന ചിഹ്നമൊക്കെ ഇട്ട് എങ്ങനെയെങ്കിലും വിവേകിനെ കോംപ്രമൈസ് ആക്കുന്നുണ്ട്. ഈ സമയത്ത് അഞ്ജു അഭിരാമി അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ തനിച്ച് എന്ന് ആരോടോ മെസ്സേജ് അയക്കുവാണെന്ന് തോന്നല്ലോ എന്ന് അഭിരാമി കളിയാക്കി പറയുന്നുണ്ട്. ആ സമയത്ത് വർഷ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ ചുമ്മാ വന്ന് നിന്നിയാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്രയും വൈകിട്ടും രാഹുൽ വരാത്തത് കാരണം അഞ്ജു രാഹുലിനെ വിളിച്ചു നോക്കുന്നുണ്ട്. അപ്പം രാഹുലാണെങ്കിൽ വേറൊരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഫോണിൽ കൂടെ പറയുന്നത്. ആ സമയത്താണെങ്കിൽ രാഹുൽ ഹരിതയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഹരിത അന്നേരം ചോദിക്കുന്നുണ്ട്, വസുന്ധര ആൻറ്റി വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ട കാര്യമൊക്കെ രാഹുലിനോട് ചോദിക്കുന്ന സമയത്ത് നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞെന്ന് രാഹുൽ ചോദിക്കുന്നുണ്ട്. എല്ലാം അറിയും, എൻ്റെ CIDകളെല്ലാം അറിയിക്കുമെന്ന് പറയുന്ന സമയത്ത് രാഹുൽ പറയുന്നുണ്ട്, എന്നിട്ട് ഞാൻ 6 മാസത്തിന് മുമ്പ് വിവാഹം കഴിച്ചത് മാത്രം നീ അറിഞ്ഞില്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് ഹരിതയെ കളിയാക്കുന്നുണ്ട്. ആ സമയത്ത് ഹരിതയ്ക്ക് ദേഷ്യം കയറിയിട്ട് പറയുന്നുണ്ട്, നീ 6 മാസത്തിന് മുമ്പ് വിവാഹം കഴിച്ചാലും നിങ്ങളെ ഒരിക്കലും ഒരുമിച്ച് ജീവിക്കാൻ താമസിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹരിത രാഹുലിനെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് രാഹുൽ പറയുന്നുണ്ട്, എൻ്റെ വീട് കൈക്കലാക്കി എന്നെയും വീട്ടിൽ നിന്ന് പുറത്തിറക്കി നിന്നെ ഞാൻ അവിടെ നിന്ന് അടിച്ചിറക്കും, എന്നിട്ട് എൻ്റെ സ്വത്തുക്കളെല്ലാം തിരിച്ചു പിടിച്ച് അഞ്ജുവിനെ അവിടെ ഒരു മഹാറാണിയെ പോലെ താമസിപ്പിക്കും എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ ഹരിത ഏർപ്പെടുത്തിയ കുറേ ഗുണ്ടകൾ വന്ന് രാഹുലിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ അഞ്ജുവിൻ്റെ മിസ് കോൾ കണ്ടിട്ട് രാഹുൽ അഞ്ജുവിനോട് തിരിച്ചു വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതൊക്കെ അഞ്ജു അറിയുന്നുണ്ട്. ആ ഫോണിൽ കൂടെ തന്നെ ഗുണ്ടകൾ പറയുന്നുണ്ട്, ഈ വിവരം മീഡിയയിൽ കൂടി പറയുകയോ അല്ലെങ്കിൽ DYSP അറിയിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവനെ ജീവനോടെ കാണില്ല എന്നൊക്കെ പറഞ്ഞ് വരട്ടുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ പെട്ടെന്നൊരു കാറ് വന്ന് മുമ്പിൽ നിർത്തുന്നുണ്ട്. ഈ വിവരം അറിയുന്ന അഞ്ജു ആണെങ്കിൽ ആ സമയം തൊട്ട് നിർത്താതിരുന്ന് കരയുന്നുണ്ട്. അഞ്ജുവിനെ അഭിരാമിയും വർഷം സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അഞ്ജു നിന്ന് വിഷമിക്കുന്ന സമയത്ത് അന്നേരം എല്ലാവരും പറയുന്നുണ്ട്, ശിവനന്ദയെ വിളിച്ച് കാര്യം പറയാമെന്ന് പറയുന്ന സമയത്ത് അഞ്ജു പറയുന്നുണ്ട്, ശിവനന്ദ ഇങ്ങാനും ഇനി എന്തെങ്കിലും കാരണവശാൽ മീഡിയയിൽ കൂടെ ന്യൂസും കാണും കൊടുത്തു കഴിഞ്ഞാൽ രാഹുലിനെ അവർ കൊന്നു കളയും, അതുകൊണ്ട് ഒരു കാരണവശാലും ശിവനന്ദയെ വിളിച്ച് കാര്യം അറിയിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നെ ആരെ അറിയിക്കുമെന്ന് ചോദിക്കുന്ന സമയത്ത് വർഷം പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും വിവേകിനെ വിളിച്ച് പറയാം. അന്നേരം അഭിരാമി പറയുന്നുണ്ട്, അതിന് വിവേക് ഇവിടെ ഇല്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് വർഷം പറയുന്നുണ്ട്, അതിന് ഫ്രണ്ട്സൊക്കെ ഇവിടെ കാണില്ലേ, ആരെങ്കിലും ഏർപ്പെടുത്തുമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് വിവേകിനെ വിളിക്കുന്ന സമയത്ത് ഫോൺ എടുക്കുന്നില്ല. ആ സമയത്ത് വർഷം വിചാരിക്കുന്നുണ്ട്, ഞാൻ എന്തായാലും വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കുമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് പുറത്തു പോയി വിവേകിനെ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് കുറേ വട്ടം വിളിച്ചിട്ടും ഫോൺ എടുക്കാത്തത് കാരണം പിന്നീട് വസുന്ധര ആൻറ്റി ഫോൺ എടുത്ത് കാര്യം പറയുന്നുണ്ട്, ചടങ്ങുകളെല്ലാം ചെയ്യുന്നത് വിവേകാണ്, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് വസുന്ധര ഫോൺ വെക്കുന്നുണ്ട്. വസുന്ധരയുടെ ആണെങ്കിൽ വർഷം യാതൊരു കാര്യവും പറയുന്നില്ല. ഈ സമയത്താണെങ്കിൽ പെട്ടെന്ന് അവരുടെ വീട്ടിലേക്ക് ഒരു കാറ് വന്ന് നിർത്തുന്നുണ്ട്. അതിൽ നിന്ന് ഇറങ്ങുന്ന ആളിനെ കണ്ടിട്ട് അഭിരാമിയും വർഷയും വളരെയധികം സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് അഭിരാമി പറയുന്നുണ്ട്, ബാബുരാജ് സാറല്ലേ ഇവിടേക്ക് വന്നതെന്നും പറഞ്ഞുകൊണ്ട് സന്തോഷപ്പെടുന്നുണ്ട്. ബാബുരാജ് എന്തിനു വേണ്ടിയാണ് ഇവിടെ വന്നതെന്നും അതുപോലെ തന്നെ രാഹുലിനെ തട്ടിക്കൊണ്ടുപോയത് ആരാണെന്നും അറിയാനായി എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ.